ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഏലാഞ്ചി അല്ലെങ്കിൽ ലവ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ആ മൈദ അതിലേക്ക് പിന്നെ നമ്മൾ ഒരു മുട്ട എടുക്കുന്നു, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പുമാണ് ഞാൻ എടുക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതും മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പരത്തുന്ന സമയത്ത് കട്ടകളൊന്നും ഇല്ലെങ്കിൽ നല്ലതായിട്ട് പരത്താൻ പറ്റും. കട്ടി കുറച്ചിട്ട് നല്ല നൈസായിട്ട് ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കൂടുതലായിട്ടും കഴിച്ചിരുന്നൊരു ഈവനിങ് സ്നാക്കാണിത്. ഇതാകുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുട്ടികൾക്കാണെങ്കിൽ നല്ല മധുരമായതുകൊണ്ട് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് ചുരുളപ്പം എന്നാണ്. പിന്നെ ഇതിന് വേറെ പേരുകളൊക്കെ ഉണ്ട്, മുട്ടകൊള്ളപ്പം, അതുപോലെ തന്നെ ലവ് ലെറ്റർ, ഏലാഞ്ചി എന്നൊക്കെ പല പേരുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ വിളിക്കണേന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ കേൾക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്തൊക്കെയാണ് ഇത് വേറെ പേര് നിങ്ങൾക്ക്. അടുത്തത് ഇതിലേക്കുള്ള ഫില്ലിങ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് ഒരു സ്പൂണ് നെയ്യ് അതിലേക്ക് ഇടാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറുത്ത മുന്തിരിയോ അല്ലെങ്കിൽ കാഷ്യൂസ് അല്ലെങ്കിൽ ആൽമണ്ട്സ് ഒക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിലേക്ക് ഇടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരകിയത് ചേർത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക നെയ്യിൽ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഈ ഫില്ലിങ് മാറ്റിയെടുക്കാം. ഒരു പിടി അവലോ അല്ലെങ്കിൽ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 3-4 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെ റോൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ദോശ എടുക്കുക, അതിലേക്ക് നമ്മുടെ ഫില്ലിങ് ആഡ് ചെയ്തിട്ട് 2 സൈഡും മടക്കി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഉണ്ടാക്കി അപ്പം തന്നെ മടക്കണതാണ് ഏറ്റവും നല്ലത്. ഇതുവരെ ഇത് കഴിക്കാത്തവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളി സ്നാക്കാണ്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഈ സ്നാക്കിൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.